കുബ്ര, അതാണ് നമ്മൾ വേൾഡ് വാർ എന്നൊക്കെ എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു യുദ്ധം നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഹദീസാണ് നമ്മൾ പറയുന്നത്, പത്രവാർത്തയല്ല, ഇത് ഹദീസാണ്. നബി തങ്ങൾ പറയാൻ ഇന്നതൊക്കെ നടക്കാൻ പോകും. തങ്ങൾ പറഞ്ഞു ഒരുപാട് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു, ഇനി ഇതാ നടക്കാൻ പോകുന്നതിനെ പറ്റി നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മൽഹമത്തുൽ കുബ്ര, അതിനാണ് ഹർമജദൂൻ യുദ്ധം എന്ന് പറയുന്നത്. ഈ സംഭവത്തെ കുറിച്ചാണ് ഹർമജദൂൻ, മഅറഖത്ത് ഹർമജദൂൻ. ആ യുദ്ധം നടക്കുമ്പോ അത് യൂറോപ്പുമായി അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ഒരു യുദ്ധമാണ്. നബി തങ്ങൾ പറയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിമീങ്ങളും യൂറോപ്പ് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു കാലമുണ്ടാവും. ആ കാലാണ് ഇപ്പോഴത്തെ കാലം. അവരുമായി ധാരണയിൽ ഒപ്പിലാണ്, അവരുമായി ഉടമ്പടിയുണ്ട്, അവരുമായി നമുക്ക് കോൺട്രാക്റ്റുകളുണ്ട്. അതിനുശേഷം മുസ്ലിമീങ്ങൾ യൂറോപ്പുമായി സഹകരിച്ച്, അമേരിക്കയെ യൂറോപ്പുമായി സഹകരിച്ച് ഒരു ശത്രുവിനെതിരെ സഖ്യരാജ്യങ്ങളായി മുസ്ലിം രാജ്യങ്ങളും യൂറോപ്പും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്നു. ആ ശത്രു ആരാണ്? ഒരുപക്ഷെ ഈസ്റ്റേൺ രാജ്യങ്ങളിലാണ്, അറിയില്ല, ആരാണെന്നറിയില്ല, ആർക്കെതിരെയാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ വിജയം വരിച്ച് യൂറോപ്യനും അമേരിക്കയും മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഒരു ശത്രുവിനെതിരെ പടപൊരുതി കടന്നു വരുമ്പോൾ, ആ യുദ്ധം വിജയിച്ചു വരുമ്പോൾ യൂറോപ്പ് അമേരിക്കൻ സൈന്യങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു കുരിശ് ഉയർത്തിപ്പിടിക്കുകയും ഇതാ കുരിശിന്റെ വിജയമാണിത് എന്ന് പറയുകയും ചെയ്യുമ്പോ മുസ്ലിമീങ്ങളിൽ ഒരാൾ ആ മനുഷ്യനെ താഴെയിടും. അവിടെ ഒരു വധം നടക്കും, കൊലപാതകം നടക്കും. തന്റെ മതത്തെ അവർ ചീത്ത പറഞ്ഞോ, തന്നെ നിസ്സാരപ്പെടുത്തിയോ എന്ന തോന്നലിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ആ ഒരു മരണം നടക്കുമ്പോൾ ഇത് കുരിശുകൊണ്ടുണ്ടായ വിജയമാണെന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ മരിക്കാനിട വരുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് അവിടെ ആക്കം കൂടുകയാണ്. അതിനെയാണ് അൽ മൽഹമത്തുൽ കുബ്ര, ഏറ്റവും വലിയ യുദ്ധമെന്ന് നബി തങ്ങൾ പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിലാണ് ആ ഹദീസ് കിടക്കുന്നത്. ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം, ഹത്താ യൻസിലർ റൂമു ഫിൽ അമാഖ് ഔ ബിദാബിഖ്, ദാബിഖിലോ അമാഖിലോ, അത് ഹദീസ് കേട്ട സ്വഹാബിയുടെ സംശയമാണ്. നബി തങ്ങൾ ദാബിഖ് എന്ന് പറഞ്ഞോ അമാഖ് എന്ന് പറഞ്ഞോ അറിയില്ല. ദാബിഖ് ഇന്നത്തെ സിറിയയിലെ ഡമസ്കസിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് ദാബിഖ്. ദാബിഖിൽ യൂറോപ്യൻ സൈന്യം ഇറങ്ങാതെ അന്ത്യനാൾ നടക്കില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങോട്ടൊക്കെ എത്തിയോ തോന്നിപ്പോവാണ്. അവിടുത്തെ ഇപ്പോഴും തീരാത്ത നരനായാട്ട് കാണുമ്പോ എങ്ങോട്ടാണ് റബ്ബേ ഇത് പോകുന്നത്? അമേരിക്കൻ സൈന്യം, യൂറോപ്പിന്റെ സൈന്യം ദാബിഖിൽ ഇറങ്ങും. ദാബിഖ് എന്ന് പറയുന്നത് സിറിയയിലെ ഡമസ്കസ് എന്ന നഗരത്തിന്റെ പരിസരമാണ്. നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹത്താ യൻസില الروم بذابق فيخرج إليهم جيش من المدينة. ഡമസ്കസ് കേന്ദ്രമായി താവളമാക്കി വെച്ചിരിക്കുന്ന ആ ബേസാക്കി വെച്ച സൈന്യത്തിനെതിരെ മദീനയിൽ നിന്നൊരു സൈന്യം വരും. ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ ബിഖിയാദത്തിൽ മഹദി മിൻ ഖിയാരി അഹ്ലിൽ അർള്, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകളാണ് ആ സൈന്യത്തിൽ ഉണ്ടാവുക. യൗമഇദിൻ ഫഇദാ തസാഫു, അവർ യുദ്ധത്തിന് സഫായി ലൈനായി നിൽക്കുമ്പോ, അതൊരു കവാൽറിയാണ്, അത് കാലാൾപ്പടയാണ്, യുദ്ധത്തിന് റെഡിയായി നിൽക്കുമ്പോ ഖാലത്തിർ റൂം, റോമക്കാര് പറയും, ഖല്ലു ബൈനനാ വ ബൈനല്ലദീന സുബൂ മിന്നാ നുഖാതിലുഹും. ഈ റോം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം യൂറോപ്യൻസ്, അമേരിക്കൻസ് എന്നാണ്. അവര് പറയും, റോമക്കാര് പറയും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ മതത്തിലേക്ക് മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് അവര് വിളിച്ചു പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ആ വലിയ യുദ്ധം നടക്കുമ്പോ ഒരുപാട് ആളുകൾ, യൂറോപ്പ് അമേരിക്കൻ വംശജരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നതിൽ സൂചനയുണ്ട്. ഒരുപാട് ആളുകൾ വരും. അവരെ ചൊല്ലിയാണ് യുദ്ധം നടക്കുക. ഞങ്ങളെന്ന മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നവർ പറയും. അങ്ങനെ പറയുമ്പോ മുസ്ലിമീങ്ങളായ ആളുകൾ ഫയഖൂലുൽ മുസ്ലിമൂൻ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്, പ്രബലമായ ഹദീസാണ്. മുസ്ലിമീങ്ങൾ അതിന് മറുപടി കൊടുക്കും, ലാ വല്ലാഹ് ലാ നുഖല്ലി ബൈനകും വബൈന ഇഖ്വാനിനാ, അവർ ഞങ്ങളുടെ സഹോദരന്മാരാണിപ്പോ. യൂറോപ്യരാണ് അവര്, അമേരിക്കൻസ് ആണ്, പക്ഷെ അവർ മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറയും. ഫയുഖാതിലൂനഹും, അതിന്റെ പേരിൽ റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടക്കും. ഫയൻഹസിമു സുലുസുൻ, അതിൽ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും.
മുസ്ലിം സൈന്യത്തിലെ 1/3 പിന്തിരിഞ്ഞോടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ പിന്തിരിഞ്ഞോടുന്ന കഥ പറയുന്നുണ്ട്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് അത്ര ഇതിനർത്ഥം. കാരണം വേറൊരു ഹദീസ് ഉണ്ട്. യസീർ ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഹാജത്ത് റീഹുൻ ഹംറാ ഫിൽ കൂഫ, കൂഫയിൽ ഒരു ചമന്ന കാറ്റടിച്ചു വന്ന്. റിയാഹുൻ ഹംറാ, ചമന്ന കാറ്റടിച്ചു ഇറാഖിന്റെ കൂഫയിൽ. അപ്പോഴാണ് ഫജാഅ റജുലുൻ ലൈസ ലഹു ആദ, അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരാൾ അവിടെ ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദേ, ജാഅത്തിസ് സാഅ, ഖിയാമത്ത് നാളെ വന്നു, ഖിയാമത്ത് നാളെ വന്നു. ഇബ്നു മസ്ഊദേ, ചമന്ന കാറ്റ് ഞാൻ കണ്ടു എന്ന് ഓടി വന്നപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിടക്കാണ്. ഫഖഅദ, മഹാനവൾ ചാരിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് നേരെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നോക്കണം ആലിമീങ്ങളുടെ അവസ്ഥ നോക്കണം. അവർ പെട്ടെന്ന് ഇടപെടുകയാണ്, അവരെ ഉണരുകയാണ്. അവരെഴുന്നേറ്റ് എന്നിട്ട് വിഷയം പറയാൻ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് ലാ യുഖ്സമ മീറാത്ത്, അന്ത്യനാളിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്ത കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ മരിച്ചിട്ടേ അനന്തര സ്വത്ത് ഓഹരി വെക്കാതെ കൊല്ലങ്ങൾ കഴിഞ്ഞ കേസുകളുണ്ട്. എന്തിന്? സ്വന്തം ആങ്ങളെയും പെങ്ങളും തമ്മിൽ അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല, ഇപ്പൊ വേണ്ട, ആയിട്ടില്ല, ഒപ്പിടൂല, ഞങ്ങൾക്ക് അത്ര പോരാ, ഇത്ര. അള്ളാഹുവിന്റെ ശറഅ്, ദീനിന്റെ ശറഅ്, ആണോഹരി ഇത്രയാണ്, പെണ്ണിന് ഇത്രയാണ്, ഉമ്മാക്ക് ഇത്രയാ, ഭാര്യയ്ക്ക് ഇത്രയാണെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ രേഖ ഉണ്ടായിരിക്കെ വാപ്പയുടെ ഉമ്മയുടെ സ്വത്ത് ഓഹരി വെക്കാൻ ഇപ്പോഴും മരണം കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്ന ആളുകൾ, അതിന്റെ പേരിൽ കശപിശ കൂടുന്നവർ, 4 സെന്റ് ഭൂമിക്ക് വേണ്ടി ചോരബന്ധം മുറിച്ചു മാറ്റുന്നവർ, ഒന്നോർക്കുക, അന്ത്യനാളിന് ഇബ്നു മസ്ഊദ് എന്നവർ പറയാ, നിങ്ങൾ പറഞ്ഞ കൂഫയിൽ കണ്ട ചമന്ന കാറ്റ് അന്ത്യനാളിന്റെ അടയാളം എന്ന് പറയല്ലേ. കാരണം അതിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്തൊരു കാലം വരും, അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് എന്നവരെ ഈ യുദ്ധത്തിന്റെ കഥ പറയും. وتكون عند ذاكم القتال ردة شديدة, റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാലം വരും. അതാണ് നബി തങ്ങൾ പറയുന്നത്, സൈന്യത്തിന്റെ 1/3 പിന്തിരിഞ്ഞോടും, 1/3 പിന്തിരിഞ്ഞോടും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യതൂബുല്ലാഹു അലൈഹിം അബദാ, അല്ലാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞാൽ, ആ യുദ്ധം നടക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടാവില്ലേ, ഞങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് അവർ ഇസ്ലാം എന്ന് പുറത്തു പോകും. പിന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവിടെ തോൽക്കുകയാണ് ഉണ്ടാവുക, അവരവിടെ ഷഹീദാകും. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രക്തസാക്ഷികൾ ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ഡമസ്കസിന്റെ ദാബിഖിൽ ക്യാമ്പ് ചെയ്യുന്ന യൂറോപ്യൻ അമേരിക്കൻ സൈന്യവുമായി യുദ്ധം ചെയ്യാൻ വരുന്ന ആ സൈന്യത്തിൽ നിന്ന്, ആ സൈന്യത്താൽ വഫാത്താകുന്ന, ഷഹീദാകുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നല്ല രക്തസാക്ഷികളാണ്. 1/3 അല്ലാഹു വിജയം തരും. സൈന്യം 3 വിഭാഗമായി കൂട്ടിയാൽ അതിൽ 1 പിന്തിരിഞ്ഞോടി, 1 മരിച്ചു, ഷഹീദുകളായി, അടുത്തത് അവർക്ക് വിജയം കൊടുക്കും അല്ലാഹു. ലാ യുഫ്തനൂന അബദാ, അവർക്ക് പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല. ഫയഫ്തതിഹൂന ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ അവർ പിടിച്ചടക്കും, തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ. ഫബൈനാമാഹും കദാലിക, അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അവരുടെ വാളുകളെല്ലാം അവർ സൈത്തൂൻ വൃക്ഷങ്ങളിൽ കെട്ടിവെച്ച് വിശ്രമിക്കുമ്പോൾ പിശാച് അവിടെ വിളിച്ചു പറയും. ആരോ ഒരാൾ വിളിച്ചു പറയും, അത് പിശാചാണ്. എന്തു പറയും? ഇന്നൽ മസീഹ ഖദ് ഖലഫകും ഫീ അഹ്ലീകും, മസീഹുദ് ദജ്ജാൽ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും. മദീനത്ത് വന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ വന്നു എന്ന് വിളിച്ചു പറയും. ഇവരെല്ലാവരും തുർക്കിയിൽ നിന്ന്, കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് മദീനത്തേക്കോടും ഷാമിലേക്കോടും തിരിച്ചു വരും. അപ്പൊ മനസ്സിലാവും ഇവർ പറഞ്ഞ നുണയായിരുന്നു എന്ന്. അവർ ഷാമിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ്, ഡമസ്കസിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ദജ്ജാൽ കടന്നു വരുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അവര് മസീഹുദ് ദജ്ജാലിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി സഫായി നിൽക്കുകയും
ആ നേരത്ത് നിസ്കാരത്തിന് വാങ്ക് കൊടുക്കുന്നു. ഇത് ഉഖീമത്തിസ് സ്വലാ, നിസ്കാരത്തിന് വാങ്ക് വിളിക്കുന്നത് സുബ്ഹി നിസ്കാരമാണ്. ഫയൻസിലു ഈസ ഇബ്നു മറിയം, അവിടെയാണ് ഡമസ്കസിൽ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. കന്യാ മറിയമിന്റെ പുത്രൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടുമുമ്പ് വന്ന പ്രവാചകൻ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇന്നവിടെ ഡമസ്കസിലുള്ള അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന പള്ളിയുടെ മുനാരത്തിലൂടെ കൈപിടിച്ചുകൊണ്ടാണ് രണ്ട് മലക്കുകളുടെ തോളിൽ, രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ കൈത്താങ്ങിക്കൊണ്ട് ആ ഒരു മുനാരത്തിലൂടെ മഹാനവറുകൾ സുബ്ഹി നേരത്തെ ഇറങ്ങി വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ റഅൗഹു അബ്ദുല്ലാഹ് റആഹു അദുവുല്ലാഹ്, മസീഹുദ് ദജ്ജാൽ ഈസ നബിയെ കണ്ടാൽ ഉപ്പ് വെള്ളത്തിൽ ഉരുകുന്ന പോലെ അവൻ ഉരുകാൻ തുടങ്ങും. പക്ഷേ മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസ നബിയുടെ കയ്യാലയാണ് അവൻ ഈസ നബിയുടെ വാൾമുനയിൽ മസീഹുദ് ദജ്ജാലിന്റെ ചോര കാണുന്ന വിധത്തിൽ അല്ലാഹു തആല അവനെ വകവരുത്തുന്ന സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മനോഹരമായി വിശദീകരിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, അല്ലാഹുവിന്റെ ഹബീബ് ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഡമസ്കസിലാണ് ദിമഷ്ക്. കിതാബിലൊക്കെ നമ്മൾ ദിമഷ്ക് ഹദീസിൽ ഒരു സ്ഥലത്ത് കാണാൻ പറ്റും, താരീഖിൽ കാണും. പക്ഷേ പുരാതന കാലത്ത് ദിമഷ്ക് എന്ന് പറയുന്ന രാജ്യമില്ല, അങ്ങനത്തെ ഒരു സ്ഥലമില്ല. പക്ഷെ നബി തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു അത്ഭുതകരമായ ഹദീസാണ്. ഇമാം അഹ്മദ് എന്നവര്, അബൂദാവൂദ് എന്നവര്, ഇമാം ഹാക്കിം എന്നവര് മുസ്തദ്റക്കിലൊക്കെ ഉദ്ധരിച്ച ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫുസ്താത്തുൽ മുസ്ലിമീന യൗമൽ മൽഹമത്തിൽ കുബ്റാ, ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ ആസ്ഥാന പ്രദേശം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങളായിരിക്കണം. അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫുസ്താത്തുൽ മുസ്ലിമീന ബിഅർളിൻ യുഖാലു ലഹൽ ഗൗത, ഗൗത എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഫീഹാ മദീന, അവിടെ ഒരു നഗരമുണ്ട്. യുഖാലു ലഹാ ദിമഷ്ക്, അതിന് ഡമസ്കസ് എന്നാണ് പറയുക. അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഐ അന്നഹു ലം യകുൻ അലാ അഹദിൻ നബി മദീനത്തുൻ തുസമ്മാ ദിമഷ്ക് അബദാ. ഹദീസ് പണ്ഡിതന്മാർ പറയാൻ, നബി തങ്ങളുടെ കാലത്ത് ഡമസ്കസ് എന്ന പേരുള്ള നഗരമേ ഇല്ല. അങ്ങനെ ഒരു നഗരമേ നബി തങ്ങളുടെ കാലത്തില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞു, ലോകാവസാനത്തിന്റെ മുമ്പുള്ള മഹായുദ്ധങ്ങൾ നടക്കുമ്പോ മുസ്ലിമീങ്ങളുടെ ആസ്ഥാനം ഡമസ്കസ് തന്നെയാണ്. ദിമഷ്ക് എന്ന പേരുള്ള ഒരു നാട് വരും. നോക്കണം, നബിയുടെ കാലശേഷമാണ് ഡമസ്കസ് എന്ന പേര് വരുന്നത്. അത് നബിയുടെ ഒരു മുഅ്ജിസത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുന്നു, ഖൈറു മനാസിലിൽ മുസ്ലിമീന യൗമഇദിൻ, മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നല്ല നിർഭയത്വമുള്ള നാടും ആ ഡമസ്കസ് ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റോമൻ സൈന്യം മുസ്ലിമീങ്ങൾക്കെതിരെ വരുന്ന സൈന്യത്തിന്റെ പട്ടാളത്തിന്റെ എണ്ണം വരെ പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ വരുന്നത് തഹ്ത 80 ഗായ, അതായത് റായ 80 കൊടികൾക്ക് കീഴിലാണ് അവർ വരുന്നത്. തഹ്ത കുല്ലി റായത്തിൻ, ഓരോ കൊടിയുടെയും താഴെയുണ്ട് 12000, 12000 ആളുകൾ. ഓരോ കൊടിയുടെയും താഴെ 12000. അങ്ങനെ എത്ര കൊടി? 80 കൊടികൾ ഉണ്ടാകും. ഓരോന്നിന്റെ കീഴിലും 12000. അങ്ങനെ ഒരു വലിയ സൈന്യമാണ് മുസ്ലിം ഉമ്മത്തിനോട്, ഇമാം മഹ്ദിയോട് പടപൊരുതാൻ വരുന്ന ആ ഒരു സൈന്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ വസ്തുതകൾ നമ്മുടെ കൺമുമ്പിൽ നടക്കാൻ വലിയൊരു കാലവ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നില്ല. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഒരു വിഷയത്തെപ്പറ്റി നോക്കണം. അധികാരം എടുക്കുന്നതും കൊടുക്കുന്നതും അല്ലാഹുവാണ്. ഇമാം മഹ്ദിക്ക് അധികാരം നൽകുന്നതും ഈസ നബി അലൈഹിസ്സലാമിനെ അവതരിപ്പിക്കുന്നതും മസീഹുദ് ദജ്ജാലിന്റെ അധികാരം അവസാനിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ശുദ്ധ ഖുർആൻ ആലി ഇംറാനിൽ പറഞ്ഞ ആയത്ത് എത്ര മനോഹരമാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, മാലികൽ മുൽക്കി, അധികാരത്തിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു റബ്ബേ. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീ പിടിച്ചു വാങ്ങുന്നു റബ്ബേ. അധികാരം